എൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ നേരം ചിക്കനും ബീഫൊക്കെ ഉള്ളതിനേക്കാളും എല്ലാവർക്കും താല്പര്യം ഇതുപോലെ വേവിച്ചുടച്ച കപ്പയും നല്ല പുളിയുള്ള മീൻ മുളകിട്ടതാണ് കേട്ടോ. മീൻ ചൂരയും കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇന്നെനിക്ക് ചെറിയൊരു പനിയും അതുപോലെ ചെറിയ വയ്യാകിയൊക്കെ ഉള്ള ദിവസമായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഇന്നത്തേക്കുള്ള ഐറ്റംസൊക്കെ ഞാൻ പുറത്തു നിന്നാണ് മേടിച്ചുകൊണ്ട് വന്നത്. കോഴിക്കാല് ചിക്കൻ ലോലിപോപ്പ് അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ചിരിമുട്ട ചിക്കൻ പോക്കറ്റ് ഇതാണ് കേട്ടോ ഇന്നത്തെ ഇഫ്താറിന് ഞാൻ മേടിച്ചിട്ടുള്ളത്. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു കഷ്ണം ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് അറ്റാക്കാണല്ലോ. അങ്ങനൊക്കെ വിചാരിക്കും. എന്നും കട്ട് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് എപ്പോഴും തിരിച്ചുകൊണ്ട് അതേപാട് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കലാണ് കേട്ടോ പതിവ്. പിന്നെ ചായയും അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും കടി ഉണ്ടാവില്ലേ, അത് തന്നെയാണ് എല്ലാവരും കൂടുതലായിട്ട് കഴിക്കാറുള്ളത്. പിന്നെ ഇന്ന് പൈനാപ്പിളിൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ. എല്ലാവർക്കും പനിയും തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഐസില്ലാതെയാണ് ഇന്ന് മുതൽ അങ്ങോട്ട് വെള്ളം കലക്കുക. അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് തുടങ്ങി. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ നോമ്പ് തുറക്കുന്നൊരു സന്തോഷം വേറെയാണല്ലേ. ഒരു മാങ്ങയുടെ അണ്ടപടലം ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഇരിപ്പാണ് അവൻ. എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ചോറെല്ലാവരും കഴിച്ചതിന് ശേഷം ഉള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഞാനൊരു വാനില ഐസ്ക്രീം അതുപോലെ റെഡ് വെൽവെറ്റും കൂടി മിക്സ് ചെയ്തൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി.